അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട പിതാവ് അത്തിബർ ഉസ്താദിനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉസ്താദിൻ്റെ ജീവിതത്തിലെ ഒരുപാട് ഏടുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഉസ്താദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു പ്രാർത്ഥന. എപ്പോഴും ദുആയിലായിരുന്നു. പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുക. സ്വന്തത്തെക്കാളൊക്കെ ഹദീസിലുള്ളതും അങ്ങനെയാണല്ലോ. സ്വന്തത്തെക്കാളൊക്കെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുക എന്നത്. പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് വേണ്ടി നന്നായിട്ട് ദുആ ചെയ്യും. ഞാനൊരു പ്രാവശ്യം കടയിൽ പോയിട്ട് സാധനം വാങ്ങി, പൈസ വാങ്ങിയില്ല. അതല്ലെങ്കിൽ എനിക്കൊരാളൊരു സാധനം ഹദിയായിട്ട് തന്നു. അത് ഉപ്പ കണ്ടപ്പോൾ ഉപ്പ എന്നോട് ചോദിച്ചു, നീ അയാൾക്ക് ദുആ ചെയ്തു എന്നാ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആര് എന്ത് തന്നാലും ഉടനെ അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. അത് പിന്നൊരവസരത്തിൽ കാത്തു വെക്കരുത്. ആ സഹായിച്ചാൽ തന്ന എന്ത് വേണമെന്ന് കിട്ടിയാലും അതപ്പോൾ തന്നെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ദിവസം ഉപ്പ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരുപാട് ആളുകൾ പലതും കൊണ്ടുവരും. ഉപ്പാക്ക് വേണ്ടിയിട്ട് ഈത്തപ്പഴം എന്നൊരു ചാകരയാണ്. ഈത്തപ്പഴത്തിൻ്റെ ലോകമായിരുന്നു വീട്ടിൽ. കാരണം ഉപ്പാക്ക് ഈത്തപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഉപ്പാക്ക് ഈത്തപ്പഴം കൊണ്ടുവരും. വരുന്നവരൊക്കെ ഈത്തപ്പഴമായിട്ടാണ് വരിക. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിലന്ന് ഈത്തപ്പഴത്തിൻ്റെ ലോക. അതുപോലെ ഫ്രൂട്ട്സ് സാധനങ്ങൾ, പിന്നെ അത്തർ ഉപ്പാൻ്റെ ഇഷ്ടത്തിന് വലിയൊരു കാര്യമാണ് അത്തർ എന്ന് പറഞ്ഞാൽ. അത്തർ ഒരുപാട് ആൾക്കാർ അത്തർ കൊണ്ടുവരും. അതുപോലെ മറ്റു സാധനങ്ങൾ, ഡ്രസ്സ് കൊണ്ടുവരും. അതല്ലെങ്കിൽ ഉപ്പാക്ക് ആവശ്യമുള്ള ചക്കയുടെ കാലത്താണെങ്കിൽ ആളുകൾ ചക്കയിട്ട് വരും. മാങ്ങയുടെ കാലത്ത് ആളുകൾ മാങ്ങയായിരിക്കും കൊണ്ടുവരിക. അതുപോലെ നാന്തറ, വാഴക്കുല, ഇങ്ങനെ ഞാൻ ഒന്നൊന്നും പറയല്ല, ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ പലതും കൊണ്ടുവരും. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും കൊണ്ടുവന്നാൽ ഉപ്പ ചിലപ്പം കാസർഗോഡോ മംഗലാപുരോ അല്ലെങ്കിൽ മറ്റു എവിടേക്കെങ്കിലൊക്കെ പോയാൽ 2 ദിവസമോ 3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ തിരിച്ച് വീട്ടിലെത്തും. അപ്പം അന്ന് എന്നെ വിളിച്ച് പറഞ്ഞ്, ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, വീട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ്, അനിയനുണ്ട് തോന്നുന്നുണ്ട്, ഞങ്ങളോട് പറഞ്ഞത്, ഇവിടെ ഒരുപാട് സാധനങ്ങൾ ആളുകൾ കൊണ്ടുവരും, അതെല്ലാം നിങ്ങൾക്ക് എടുക്കാം. എന്താര് കൊണ്ടുവന്നാലും എനിക്ക് സന്തോഷമാണ്, അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരിക. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്നാൽ ഒരല്പം എനിക്ക് തരിക, ബാക്കിയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് പറഞ്ഞത്, എന്ത് കൊണ്ടുവന്നാലും ആര് കൊണ്ടുവന്നാലും ഞാൻ തിരിച്ചു വന്നാൽ, എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ എന്നോട് പറയണം, ഇന്ന ആള് ഇന്ന സാധനം കൊണ്ടുവന്നു. എത്ര നിസ്സാരമായ സംഗതിയാണെങ്കിലും, ഒരു ചെറിയ സാധനമാണ് ഒരാൾ കൊണ്ടുവന്ന് നിൽക്കുക, എന്നാലും എന്ത് ചെയ്യണം, എന്നോടൊന്ന് പറയണം. എന്തിനാണ്? എനിക്ക് അവർക്കൊന്ന് ദുആ ചെയ്യാനാണ്. എനിക്ക് അവർക്കൊന്ന് ദുആ ചെയ്യാനാണ്. കാരണം ആളുകൾ കൊണ്ടുവരുന്നത്, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഞാൻ അവർക്ക് ദുആ ചെയ്യുമെന്ന് കരുതിയിട്ടാണ്. അപ്പം ഞാൻ അറിയാതെ പോയാൽ എനിക്ക് അവർക്ക് ദുആ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, എനിക്ക് അവർക്ക് വേണ്ടി നന്നായിട്ട് ദുആ ഇറക്കണം. അതുകൊണ്ട് എല്ലാ സംഗതിയും എന്നോട് പറയണം. ആ പറഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിൽ ആരെന്ത് കൊണ്ടുവന്നാലും, മുമ്പും പറയാറുണ്ട്, പക്ഷേ ചിലതൊക്കെ വിട്ടു പോകാറുണ്ടാകും. അതിന് ശേഷം പിന്നെ വീട്ടിൽ ആരെന്ത് കൊണ്ടുവന്നാലും ഉപ്പ വന്നാൽ ഉപ്പാട് പറയും, ഇന്ന ആൾ ഇന്ന സാധനം കൊണ്ടുവന്നിരുന്നു എന്നുള്ളത്. അപ്പം അൽഹംദുലില്ലാ, പല പ്രാവശ്യം അൽഹംദുലില്ലാ 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 എന്ന് പറയും. അതിന് ശേഷം ഉപ്പ എന്ത് ചെയ്യും, ഒരുപാട് വലിയ ദുആ വരക്കല്ല, ഒരുപാട് സമയം ദുആ ചെയ്യല്ല, പക്ഷെ ഒന്ന് ദുആ ചെയ്യും. അത് ഫത്തുൽ ഫത്താഹ് വന്നതിന് ശേഷം, ഫത്തുൽ ഫത്താഹിനെ ആരെങ്കിലും സഹായിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് ഒരാൾ 1000 രൂപ ഫത്തുൽ ഫത്താഹിന് തന്നു എന്ന് പറഞ്ഞാൽ അപ്പം പറയും അൽഹംദുലില്ലാ, എന്നിട്ട് അയാൾക്കൊന്ന് ദുആ ചെയ്യും. അവസാന സമയത്ത്
ഫത്തുൽ ഫത്താഹിന് വേണ്ടി സഹായിച്ചവർക്ക് വേണ്ടിയിട്ട് സുഖമില്ലാതെ കിടക്കുക, ക്ഷീണത്തിലാണ്. ആ സമയത്തും അവസാന നിമിഷത്തിൽ, അവസാനത്തെ ദിവസങ്ങളിൽ, മരിക്കുന്നതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം റൂമ് കിടന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, ഫത്തുൽ ഫത്താഹിനെ സഹായിച്ചവരെ അള്ളാഹ് സഹായിക്കണേ, ഫത്തുൽ ഫത്താഹിന് വേണ്ടി ഇനിയും ഒരുപാട് ആയിരങ്ങൾ തരാൻ പോകുന്ന ആളുകളുണ്ട്, അവരെയും നീ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ദുആ. അന്ന് സത്യത്തിൽ ആ ദുആയിൽ വാക്കുകളൊന്നും ശരിക്ക് മുറിഞ്ഞു വരുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല. ചെവി ശരിക്കെടുത്ത് വെച്ചാലേ എന്താ ദ്വാരക്കുന്നത് കേൾക്കണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പോലും സഹായിച്ചവർക്ക് വേണ്ടിയിട്ട്, കൂടെ നിന്നവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. ഇത് എല്ലാ സമയത്തും എന്ത് ചെയ്യും? ദുആ ചെയ്യും. അതിൽ ഒരുപാട് ദുആകൾ, വേറെ പ്രത്യേകമായിട്ടുള്ള ദുആകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റു സമയങ്ങളൊക്കെ ഉള്ള ദുആകളൊക്കെ ഞാൻ മറ്റു സമയങ്ങളിലൊക്കെ പറയാം. ഇത് പ്രത്യേകമായിട്ട് എന്ത് ചെയ്തിരുന്നു? എല്ലാവർക്കും വേണ്ടിയും ഉസ്താദ് ദുആ ചെയ്യും. ദ്വാരക്കുമ്പൊക്കെ അൽഹംദുലില്ലാ എന്ന് പറയും ചെയ്യും. അള്ളാഹു നമുക്കും അങ്ങനെയുള്ള ദ്വാകളുടെ കൂട്ടത്തിൽ ആളുകൾക്കൊക്കെ വേണ്ടി നമ്മളും ദുആ ചെയ്യണം. സഹായിക്കുന്നവർക്കും, പ്രത്യേകിച്ച് ഫത്തുൽ ഫത്താഹിനെ സഹായിക്കുന്ന കുറേ ആളുകളുണ്ട്, അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ഞങ്ങളും ഉപ്പയുടെ മാതൃക സ്വീകരിച്ച് ദുആ ചെയ്യും. അള്ളാഹു ആ പ്രാർത്ഥനകളൊക്കെ, അന്ന് ദുആ ചെയ്ത ആ ദുആകളൊക്കെ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.